ഹലോ ഗൈസ്, ഞങ്ങളിപ്പോൾ എറണാകുളത്തോട് സാധനം ഉണ്ടെന്നും പറഞ്ഞ് കൊണ്ടാകുമ്പോൾ ഞങ്ങൾ കൂട്ടത്തിൽ പോയോ. അപ്പം ഞങ്ങൾ എറണാകുളത്ത് മറൈൻ ഡ്രൈവിൽ ലണ്ടൻ ബ്രിഡ്ജ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അത് കാണാനായിട്ട് സൺഡേ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ റോഡൊക്കെ വളരെ ശൂന്യമായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങിയതുകൊണ്ട് തന്നെ തിരക്കൊക്കെ കുറവായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ മടവന ജംഗ്ഷനിലെത്തി. അപ്പം ഞങ്ങൾ ലണ്ടൻ ബ്രിഡ്ജ് കാണാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് അവിടെ സംഭവം എന്നൊന്നും ഞങ്ങൾക്കറിയില്ല. അപ്പം നമുക്ക് എന്താണെന്ന് പോയി നോക്കാം. അങ്ങനെ ഞങ്ങളിപ്പോൾ മറൈൻ ഡ്രൈവിലെത്തിയിട്ടുണ്ട്. ദൂരെ നിന്ന് തന്നെ നമുക്കത് കാണാനായിട്ട് സാധിക്കും. അപ്പം ഞങ്ങൾ ഫസ്റ്റ് തന്നെ ടിക്കറ്റ് എടുക്കാനായിട്ടാണ് പോയത്. അവിടെ ടിക്കറ്റിന് ഒരാൾക്ക് 200 റുപ്പീസാണ് വരുന്നത്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് അങ്ങോട്ടേക്ക് കയറാനായിട്ട് പോവുകയാണ്. എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ ഏഞ്ചു അഞ്ഞൊക്കെ ഓടിപ്പോകുന്നുണ്ട്. അപ്പം ഞങ്ങളിപ്പോൾ അത് നമ്മൾ കയറി ചെല്ലുന്നത് തന്നെ ലണ്ടൻ ബ്രിഡ്ജിലേക്കാണ്. അപ്പം ഞങ്ങൾ ആ ബ്രിഡ്ജിലൂടെയാണ് നടക്കുന്നത്. ഒരുപാട് ആളുകൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും തന്നെ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കാനായിരുന്നു. നമ്മളും കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബ്രിഡ്ജിലൂടെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് പോകുമ്പോൾ അവിടെയും ഒരുപാട് ഫോട്ടോസ് എടുക്കാനായിട്ടുള്ള സ്പോട്ട്സ് ഉണ്ടായിരുന്നു. കയറി ചെല്ലുമ്പോൾ തന്നെ ഫസ്റ്റ് നമ്മൾ കാണുന്നത് ഒരു ബട്ടർഫ്ലൈ ആണ്. അപ്പോൾ അവിടെ ഒരുപാട് പേര് നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏഞ്ചും അഞ്ഞും കൂടി അവിടെ പോയി ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് പോയി. എന്നിട്ട് അവിടെ നിന്ന് അവർ രണ്ടുപേരും ഓരോ ഫോട്ടോസൊക്കെ എടുത്ത്. പിന്നെ നമ്മൾ കാണുന്നത് ലണ്ടൻ സ്ട്രീറ്റാണ്. സ്ട്രീറ്റ് എന്ന് തോന്നിക്കുന്ന രീതിയിൽ വളരെ മനോഹരമായിട്ട് തന്നെ അവിടെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും സെറ്റിങ്സും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെയും ഒരുപാട് ഫോട്ടോ സ്പോട്ട്സ് ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ ഇരുന്നും കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അതൊക്കെ നല്ല ആസ്വദിച്ച് തന്നെ കണ്ടു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടെ നിന്ന് അകത്തേക്ക് ചെല്ലുമ്പോൾ അവിടെയും ഫോട്ടോ എടുക്കാനുള്ള ഒരുപാട് സ്പോട്ട്സ് ഉണ്ട് കേട്ടോ. ശരിക്കും ഫോട്ടോ പ്രേമികളായിട്ടുള്ള ആളുകളാണെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ഫോട്ടോസ് എടുക്കാൻ സാധിക്കും. വളരെ മനോഹരമായിട്ട് തന്നെ അവരതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പറ്റുന്നത് പോലെ അവിടെ എല്ലായിടത്തും നടന്ന എല്ലാ സ്ഥലത്തും കണ്ട് ഫോട്ടോസൊക്കെ എടുത്ത് മാക്സിമം എൻജോയ് ചെയ്തുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ചെല്ലുന്നത് സ്റ്റാളിലേക്കാണ്. അവിടെ ഒരുപാട് സ്റ്റാളുകളുണ്ടായിരുന്നു. തുടക്കത്തിൽ തന്നെ പോയത് കൊണ്ട് തന്നെ കുറേ സ്റ്റാളുകളൊന്നും തന്നെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. എന്തൊക്കെയോ വാങ്ങാനെന്ന് പറഞ്ഞ് ഏഞ്ചു അവിടെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഒന്നും വാങ്ങിയില്ല കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ചെല്ലുന്നത് ഫുഡ് കോർട്ടിലേക്കാണ്. അവിടെയും സ്റ്റാളുകളൊന്നും അധികം ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. പാവ് ബജി മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുട്ടികളുടെ പ്ലേ ഏരിയ ആണ്. അതും വളരെ അധികം ഗെയിംസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം കണ്ട് നമ്മൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞ് ഈവനിങ് വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.